ഈയിടെ അയ്യൂബ് മൗലവിയും അബ്ദുൽ ജബ്ബാർ മാഷും കൂടെ ഒരു സംവാദം നടന്നിരുന്നു. ഈ സംവാദത്തിൽ വിശ്വാസിയും പങ്കെടുത്തിട്ടുണ്ട്, അവിശ്വാസിയും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിഷ്പക്ഷമായിട്ടുള്ളവരും പങ്കെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയണം എന്നുള്ളതിൽ കൊണ്ട് അങ്ങനെ കുറേ പേർ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ഇത് എന്താണ് മനസ്സിലായത്? അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നുള്ളതിനുള്ള വല്ല സൂചനയും കിട്ടിയോ? ഇനി അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു സംഭവം, അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതിനുള്ള എന്തെങ്കിലും സംഭവം മാഷിൽ നിന്ന് കിട്ടിയോ? എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? ഇങ്ങനെ ഈ സംവാദങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ സംവാദം കൊണ്ട് അവരവർ പഠിച്ചതെന്തോ അത് മാത്രമാണ് പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ ഇതിലുള്ള സത്യാന്വേഷികൾക്ക് എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ എന്താണ് കിട്ടിയത് എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതുപോലെ ഇതിനു മുമ്പുള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ, ഒരുപാട് സംവാദങ്ങൾ, ഒരുപാട് വാദപ്രതിവാദങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ അതിലും ഏകദേശം ഇതുപോലെ തന്നെ ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് ഇവർ പഠിച്ചതെന്തോ അതവർ പറയുന്നു, മറ്റേ മാഷ് പഠിച്ചതെന്തോ അവർ അതിനെക്കുറിച്ചും സംസാരിക്കുന്നു. പക്ഷേ ഇതിൽ യഥാർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ട ആളുകൾക്ക് ഇവരിൽ നിന്നൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതല്ല യഥാർത്ഥം. പക്ഷെ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം.